നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതിന് മുന്നിൽ ചാടി യുവതിയും യുവാവും മരിച്ച നിലയിൽ പാലക്കാട് കാരക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരം 5:40-നാണ് സംഭവം. പട്ടാമ്പി കീഴായൂർ രണ്ടാം കെട്ടി എന്ന സ്ഥലത്ത് വെച്ച് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിന് മുന്നിൽ ചാടിയാണ് യുവതിയും യുവാവും മരിച്ചത്. തൃത്താല ഭാഗത്താണ് ഇരുവരും താമസിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ജീവനൊടുക്കാൻ കാരക്കാട് ഭാഗത്തേക്ക് വന്നതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൃതദേഹങ്ങൾ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. തൃത്താല ഭാഗത്ത് താമസിക്കുന്ന ബംഗാൾ ജൽപൈഗുരി കാദംബരി ദക്ഷിൺ ഹൻസ് ഹല്ലി സ്വദേശിയായ സുലൈ സർക്കാരിന്റെ മകൻ പ്രദീപ് സർക്കാരും ഇതേ സ്ഥലത്ത് താമസിക്കുന്ന നോബിൻ റോയിയുടെ മകൾ വിനോദി റോയുമാണ് മരിച്ചത്. അതേസമയം കേരളത്തിലെ യാത്രക്കാർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച വന്ദേ ഭാരത് വളരെ മികച്ച രീതിയിൽ ഓട്ടം തുടരുകയാണ്. ആലപ്പുഴ വഴിയുള്ള കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരുവിലേക്ക് നീട്ടിയിട്ടുണ്ട്. ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെയാണ് നിർവഹിച്ചത്. വന്ദേ ഭാരത് നിർത്തുന്ന എല്ലാ സ്റ്റേഷനിലും സ്റ്റോപ്പ് ഉണ്ടാകും. ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരതാണ് മംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്നത്. കേരളത്തിന്റെ രണ്ടാമത്തെ വന്ദേ ഭാരത് ആണിത്. മലബാർ ഭാഗത്ത് നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ സർവീസ് ഗുണം ചെയ്യും. നിലവിൽ രാവിലെ 7-നാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇനി രാവിലെ 6:25-ന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് 3:05-ന് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് 4:05-ന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. രാത്രി 11:45-ന് കാസർഗോഡ് എത്തും. 12:40-ന് മംഗളൂരുവിൽ യാത്ര അവസാനിപ്പിക്കും. നിലവിൽ തിങ്കളാഴ്ച തിരുവനന്തപുരം കാസർഗോഡ്, ചൊവ്വാഴ്ച കാസർഗോഡ് തിരുവനന്തപുരം സർവീസ് ഇല്ല. മുൻകൂട്ടി ബുക്ക് ചെയ്തവരുള്ളതിനാൽ ജൂലൈ 4 വരെ ആഴ്ചയിൽ എല്ലാ ദിവസവും വന്ദേ ഭാരത് ഓടും. ജൂലൈ 5 മുതൽ ആഴ്ചയിൽ ബുധനാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സർവീസ് ഉണ്ടാകും. കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ വൈകാതെ തീരുമാനമെടുത്തേക്കും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റൂട്ടുകളിൽ ഒന്നായ എറണാകുളം ബംഗളൂരു പാതയിൽ പുത്തൻ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് ലഭ്യമാക്കുമെന്ന് കെ രാഘവൻ എംപിയോട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. ഗോവ മംഗളൂരു വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുമെന്നായിരുന്നു അപ്പോഴത്തെ സൂചനകൾ. ബംഗളൂരുവിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് കേരളത്തിലേക്ക് നീട്ടുന്നത് പരിഗണിക്കണമെന്ന ആവശ്യങ്ങളും ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.